നിങ്ങൾ അറിഞ്ഞു കാണും രസകരമായ ഒരു പോക്സോ കേസിൻ്റെ വിധി. ഒരു പെൺകുട്ടി മറ്റൊരു ചെറുപ്പക്കാരനെ പ്രണയിക്കുന്നു, പ്രായപൂർത്തിയായിട്ടില്ല. ഇത് ആ പെൺകുട്ടിയുടെ ജ്യേഷ്ഠ സഹോദരന്മാരറിയുന്നു. അവർക്കും പ്രായം വലിയ പ്രായമൊന്നുമില്ല, 19ഉം 20ഉം വയസ്സൊക്കെ ഉള്ളൂ. അവർ ഈ പെൺകുട്ടിയെ വിലക്കുന്നു. ഉടനെ ഈ പെൺകുട്ടി ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നു. എന്താണ്, ഈ സഹോദരങ്ങൾ 20ഉം 18ഉം വയസ്സുള്ള ആളുകൾ തന്നെ പീഡിപ്പിച്ചു എന്നായിരുന്നു പരാതി. പോലീസുകാർ ഇടം വലം നോക്കാതെ ഈ 18ഉം 20ഉം വയസ്സുള്ള ചെറുപ്പക്കാരെ പിടിച്ച് ആപാദം ഇടിച്ച് പഞ്ചറാക്കി പോക്സോ കേസിൽപ്പെടുത്തി അകത്താക്കി. പിന്നീട് കേസ് വാദമായി വിസ്താരമായി കുറച്ച് ദിവസം ജയിൽവാസമൊക്കെ കഴിഞ്ഞ് പിള്ളേർ കോടതിയിൽ കരഞ്ഞു പറഞ്ഞു, ഞങ്ങളിതൊന്നും അറിഞ്ഞിട്ടില്ല, ഈ പ്രേമം ഈ ഞങ്ങളുടെ സഹോദരിയുടെ നല്ല ഭാവി ഓർത്ത് പ്രണയം തടഞ്ഞു എന്നത് മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. പിന്നീട് വിശദമായി അന്വേഷിച്ചപ്പോഴാണ് ഈ പിള്ളേർ പറഞ്ഞത് ശരിയാണെന്ന് കോടതിക്ക് ബോധ്യമായത്. കോടതി ഉടനെ തന്നെ പോലീസുകാരെ ശാസിച്ചു. പോക്സോ കേസെടുക്കുമ്പോൾ പോലീസ് കുറേ കൂടി മാന്യമായി കേസ് അന്വേഷിക്കണം. അന്വേഷിച്ച് പഠിച്ച ശേഷം വേണം പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യാൻ. ഇത് ആദ്യത്തെ സംഭവമല്ല. മുമ്പ് തിരുവനന്തപുരത്ത് നെടുമങ്ങാട് ഒരു സംഭവം, അത് ഡോക്ടർ ബി ഉമാദത്തൻ, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം സൂചിപ്പിക്കുന്നൊരു കഥയാണ്, സംഭവ കഥയാണ്, പക്ഷേ പേരും സ്ഥലവുമൊക്കെ വേറെയാണ്. അദ്ദേഹം പറഞ്ഞ കഥ ഇതാണ്. ഒരു പ്രൊബേഷൻ SI അദ്ദേഹം ചാർജ് എടുത്തതേ ഉള്ളൂ. ആവേശക്കുട്ടപ്പൻ ഭയങ്കര എനർജിയിൽ വന്ന് ചാർജ് എടുക്കുന്നു. എന്ത് കണ്ടാലും പെട്ടെന്ന് ചടുലമായി നിയമം കയ്യിലെടുത്ത് പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കുന്ന SI അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒരു പരാതി വരുന്നു. പരാതി എന്ന് പറഞ്ഞാൽ ഒരു പെട്ടിക്കടത്ത് ഒരു സ്ത്രീ ഒരു പെട്ടിക്കടയിൽ ഒരു പെറ്റിക്കോട്ട്, അതിനെ പെറ്റിക്കോട്ടിനകത്ത് ചോരപ്പാടുള്ള പെറ്റിക്കോട്ടുമായി കരഞ്ഞു വിളിച്ച് SIയുടെ മുന്നിൽ വരുന്നു. എൻ്റെ മകളെ, പ്രായപൂർത്തിയാകാത്ത എൻ്റെ മകളെ ആ കടയിലുള്ള വികലാംഗനായ ആൾ പീഡിപ്പിച്ചു എന്നാണ് പരാതി. പെറ്റിക്കോട്ട് കണ്ടു, ചോരയുണ്ട്, ചോരപ്പാടുണ്ട്. അമ്മയെ നോക്കി നിർധനയായ സ്ത്രീയാണ്. SI വെറുതെ ഇരുന്നില്ല. SI ചാടി കയറി ഒരു പോക്കങ്ങ് പോയി. നേരെ പെട്ടിക്കട ചവിട്ടിപ്പൊളിച്ചു, അയാളെ പിടിച്ചു അകത്താക്കി, ഇടിച്ച് പഞ്ചറാക്കി. എവിടെ കൊണ്ടിട്ടു? ആശുപത്രിയിൽ കൊണ്ടിട്ടു. ഈ ഉമാദത്തൻ സാറിനായിരുന്നു ചുമതല. ഉമാദത്തൻ സാറിന് അതിനു മുന്നേ വേറെ ആളുകളൊക്കെ പരിശോധിച്ചു ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഇത് പോക്സോ കേസാണ്, പോക്സോ ചുമത്തണം, ഇയാളെ പിടിച്ച് അകത്താക്കണം എന്ന ഘോരഘോര വാദം ആണ് ഈ സ്ത്രീയും മറ്റു കൂട്ടരും ഒക്കെ ഉന്നയിക്കുന്നത്. പാവത്തിനാണെങ്കിൽ ഇടി കൊണ്ടിട്ട് എണീറ്റ് നിൽക്കാൻ പോലും വയ്യാത്ത അവസ്ഥയും, ഒരു കാല് വികലാംഗനുമാണ് അയാൾ, ആ പ്രതി എന്ന് പറയപ്പെടുന്ന ആൾ. ഒടുവിൽ ലാബ് പരിശോധന ഉണ്ട് അതിന് ഉമാദത്തൻ സാറിനെ വിളിച്ചു. കാരണം SI നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് നിശ്ചയിക്കുന്ന ചെറുപ്പക്കാരനായതുകൊണ്ടാണ് ഫോറൻസിക് പരിശോധന കൂടി വെച്ചത്. അല്ലാതെ ഈ കുറച്ച് പഴക്കം ചെന്ന SIമാരോ അല്ലെങ്കിൽ സ്റ്റേഷൻ മറ്റേ SHOമാരോ ഒക്കെ ആണെങ്കിൽ എന്നാൽ പിന്നെ ശരി, ഇതാ പിടിച്ചു അകത്ത് ഇട് എന്ന് പറഞ്ഞാൽ ഇത് ഫോറൻസിക് പരിശോധനയ്ക്കൊന്നും വിടില്ലായിരുന്നു. ഫോറൻസിക് പരിശോധനയുടെ ഭാഗമായാണ് ഉമാദത്തൻ സാറൊക്കെ സ്ഥലത്തെത്തുന്നത്. അദ്ദേഹം മരിച്ചുപോയിപ്പോൾ. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലുള്ള കഥയാണ് ഞാനീ പറയുന്നത്. അദ്ദേഹം സ്ഥലത്തെത്തി കുപ്പായം നോക്കി, കുപ്പായത്തിലെ രക്തം നോക്കിയപ്പോൾ മനുഷ്യരക്തത്തിൻ്റെ ഒരു സുഖം അതിനില്ല. രക്തം കാണുമ്പോൾ തന്നെ അറിയാം മനുഷ്യരക്തമല്ല. അപ്പോൾ അദ്ദേഹം എന്തോ ഒരു ലായിനിയൊക്കെ വരുത്തിച്ചിട്ട് മൈക്രോസ്കോപ്പിൻ്റെ താഴെ വെച്ചിട്ട് ആ ലായിനി ഈ കുപ്പായത്തിൻ്റെ മുകളിലുള്ള രക്തപ്പാടിൽ ഒന്ന് ഒഴിച്ചു. എന്നിട്ടൊന്ന് തിരുമ്മി നോക്കിയപ്പോൾ അത് എന്താണ്, മനുഷ്യരക്തമാണെങ്കിൽ ആ ലായിനി ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് ഡൈലൂട്ടാകില്ല, ഇത് ഡൈലൂട്ടാകുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു ഇതൊരു പക്ഷിയുടെ രക്തമാണ്, കോഴിയുടെ രക്തമാകാനാണ് സാധ്യത. എന്താണ്, വേറെ പക്ഷിയൊന്നും പിടിച്ച് പെട്ടെന്ന് അറുത്ത് രക്തമെടുക്കാൻ സാധ്യതയില്ല, കോഴിയുടെയോ മറ്റോ രക്തം ആണ് ഈ കുപ്പായത്തിലുള്ളത്. അത് മനസ്സിലാക്കി അദ്ദേഹം മനസ്സിൽ തന്നെ സൂക്ഷിച്ചു. എന്നിട്ട് ആ പെൺകുട്ടി ആശുപത്രിയിൽ തന്നെ ഉണ്ട്, ഡോക്ടറുടെ അടുത്തുള്ള പെൺകുട്ടിയെ അദ്ദേഹം പോയി കാണുന്നു. ഇത്രയും പ്രായവും പക്വതയൊക്കെയുള്ള മനുഷ്യൻ വന്ന പെൺകുട്ടിയോട് ചോദിക്കുന്നു, മോളെ എന്താ സംഭവിച്ചത്, എന്താണ് കാര്യം? അപ്പോൾ പെൺകുട്ടി ആദ്യം പറഞ്ഞു, എന്നെ അദ്ദേഹം പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു. പീഡനം എന്താണെന്ന് അറിയാമോ എന്ന തരത്തിൽ അദ്ദേഹമേ ചോദിച്ച് ഒടുവിൽ ആ പെൺകുട്ടി പറഞ്ഞു, എന്നെ അദ്ദേഹം അങ്ങനെ ഒന്നും ചെയ്തില്ല, അമ്മ പറഞ്ഞു അങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയാൻ പറഞ്ഞു. അതാണ് സംഭവം. പോക്സോ കേസിൻ്റെ അവിടെ വെച്ച് കേസ് പൊളിഞ്ഞു. ഉടനെ SI അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഈ സംഭവം ഇങ്ങനെ ഒന്നുമല്ല. ഈ പെൺകുട്ടിയുടെ അമ്മ അയാളിൽ നിന്ന് കാശ് കടം വാങ്ങിയിരുന്നു, കുറച്ച് തുക കടം വാങ്ങി, കുറച്ച് തുക തിരികെ കൊടുത്തു. 1-2 ആവർത്തി അദ്ദേഹം പൈസ തിരികെ ചോദിച്ചു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കാശ് തിരികെ ചോദിച്ചത് 1-2 ആളുകളുടെ മുന്നേ വെച്ചായിപ്പോയി. അത് അവർക്ക് ക്ഷീണമായി, നാണക്കേടായപ്പോൾ അതിന് പ്രതികാരമായിട്ടാണ് വീട്ടിൽ പോയി പെൺകുട്ടിയുടെ പെറ്റിക്കോട്ടിൽ വീട്ടിലുണ്ടായിരുന്ന കോഴിയുടെ കഴുത്തറുത്ത് കോഴിയുടെ ചോര ഒഴിച്ച്
കൊണ്ടുവന്ന് എവിടെ കൊണ്ടുവന്നത്? പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കാണിച്ചത് എൻ്റെ മകളെ അയാൾ എന്ത് ചെയ്തു? ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞ് പെൺകുട്ടിയുടെ പെറ്റിക്കോട്ടിലും അടിവസ്ത്രങ്ങളിലും ചോര തുള്ളി തളിച്ച് കൊണ്ടുവന്നത്. ഇതാണ് ആ കേസ്. അതുകൊണ്ട് മര്യാദയ്ക്ക് നിങ്ങൾ ഇടി കൊടുത്ത ആളിന് പൈസ കൊടുത്ത് ചികിത്സ ഉറപ്പാക്കുക, അദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടാക്കുക, ചികിത്സിച്ച് വീട്ടിൽ കൊണ്ടാക്കുക, കേസ് ഇല്ലയെന്ന് എഴുതി വാങ്ങുക. അല്ലാതെ യാതൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഇത് ഒരു സംഭവം. മറ്റൊരു സംഭവം നമുക്കറിയാം, കടക്കാവൂരിലെ ഭർത്താവ് വിദേശത്തും ഭാര്യ സ്വദേശത്തുമായിരുന്ന സംഭവം. മകനെ അമ്മ പീഡിപ്പിച്ചു എന്നായിരുന്നു കേസ്, അറിയാമല്ലോ. മകനെ അമ്മ പീഡിപ്പിച്ചു എന്ന് കേസ് ഭർത്താവ് കൊടുത്തു. ഒടുവിൽ അതെന്തായി? ആ കേസും നിഷ്പ്രയാസമായി തള്ളിപ്പോയി. ഇത് കേസ് സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് കോടതി തിരിച്ചറിഞ്ഞു. ആ അമ്മ നിരപരാധിയാണെന്ന് കോടതി തിരിച്ചറിഞ്ഞു. അതുപോലെ നിരന്തരം ഇതുപോലത്തെ പരാതികൾ വരികയാണ്. കോടതിയുടെ സമയം കൊല്ലാൻ വേണ്ടി പോക്സോ കേസിൻ്റെ അല്ലെങ്കിൽ പോക്സോ നിയമത്തിൻ്റെ വകുപ്പുകൾ വെറുതെ വളച്ചൊടിച്ച് നിങ്ങൾക്ക് ആരെങ്കിലും ശത്രുവാണോ, നിങ്ങൾക്കാരെങ്കിലും കൊടുക്കണമോ, നിങ്ങൾക്ക് പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ പേരിൽ എന്താണ് മറ്റേ ഇവൻ എൻ്റെ മകളെ കയറി പീഡിപ്പിച്ചു, മറ്റേ അവൻ എൻ്റെ മകളെ കയറി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊരു പരാതി കൊടുക്കുകയാണ്. ഈ പെൺകുട്ടിക്കാണെങ്കിലും എട്ടും പൊട്ടും തരിയില്ല, പെൺകുട്ടിക്ക് അറിയുകയുമില്ല ഈ കേസ് എന്താണ്, ഈ മാമൻ ആരാണ്, ഈ അടുത്തുപോയ ആളാരാണെന്ന് പോലും അറിയില്ല. നിങ്ങളുടെ മകളുടെ ഭാവി ഒന്നാമതില്ലാതാക്കുന്നു. 1. 2, നിങ്ങളുടെ മകളെ നിങ്ങൾ കോടതി കയറ്റുന്നു, ആശുപത്രി കൊണ്ടുപോകുന്നു. ഈ കുട്ടിക്കൊന്നും അറിയില്ല. വളർന്നു വരുമ്പോൾ സംഭവിച്ച കാര്യങ്ങളോർത്ത് കുട്ടിയാകെ മാനസികമായി ഡെസ്പാകും. നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക. നിങ്ങൾക്കാരോടെങ്കിലും പ്രതികാരമുണ്ടെങ്കിൽ അത് ആ വഴിക്ക് തീർക്കുക. കുട്ടികളെ കരുവാക്കി, കുട്ടികളെ മറയാക്കി തീർക്കാതിരിക്കാൻ ശ്രമിക്കുക. കോടതി അതുകൊണ്ടാണ് പറയുന്നത്, കോടതിയുടെ വിലപ്പെട്ട സമയം ഇങ്ങനെ കള്ളക്കേസ് തീർപ്പാക്കാൻ വേണ്ടി ഇടവരുത്തരുത്. പ്രത്യേകിച്ച് പോക്സോ എന്ന നിയമം വച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ കൊച്ചുകുട്ടികളെ ക്രൂരമായി പീഡിപ്പിക്കുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ കൊച്ചുകുട്ടികളെ പീഡനത്തിന് ഇരയാക്കുന്ന നരാധമന്മാരുണ്ട്, ക്രൂരന്മാരുണ്ട്, ബന്ധുക്കളുണ്ട്. അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അവർക്ക് തക്കതായ ശിക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയാണ് ആ നിയമം വച്ചിരിക്കുന്നത്. ആ നിയമത്തെ ഇപ്പോൾ ഇങ്ങനെ കള്ളക്കേസുകൾ കൊടുത്ത് അതിനെ ആക്കുന്ന തരത്തിലേക്ക് വെറും നിങ്ങൾക്ക് തമാശയാക്കുന്ന ഒരു നിയമമാക്കി മാറ്റുകയാണെങ്കിൽ എന്ത് വിലയാണ് ആ നിയമത്തിനുണ്ടാവുക? പോക്സോ കേസോ അതങ്ങ് ഊരിപ്പോകും എന്ന തരത്തിലാകില്ലേ? കാമുകനും കാമുകിയും തമ്മിൽ പ്രേമിച്ചു, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ഗർഭിണിയായി. അപ്പോൾ ആ ചെറുപ്പക്കാരനെ ജയിലിലടച്ചിരുന്നു. പെൺകുട്ടി കുറച്ച് ദിവസം കഴിഞ്ഞ് കോംപ്രമൈസ് ആകുമ്പോൾ ചെറുപ്പക്കാരൻ പറയുന്നു, ഞാൻ ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊള്ളാം, കേസ് തീരുന്നു. ഇതൊക്കെയാണ് നടക്കുന്നത്. ഇതൊക്കെയാണ് കോംപ്രമൈസും ഇതൊക്കെയാണ് നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ കോടതിയിൽ എന്തിന് പോകണം? അപ്പോൾ നിങ്ങളൊരു ജെനുവിൻ കേസ്, സത്യസന്ധമായി ഒരു കേസ് എടുക്കുന്നതിന് മുമ്പ് FIR രജിസ്റ്റർ ചെയ്ത ശേഷം കൃത്യമായി അന്വേഷിച്ച് കാര്യകാരണസഹിതം നിങ്ങൾ പോലീസ് അന്വേഷിച്ച് വേണം കുറ്റപത്രം സമർപ്പിക്കാൻ. കോടതിയുടെ സമയം ഇതിനു വേണ്ടി മെനക്കെടുത്തരുത് എന്നാണ് കോടതി ഈ കേസും കൂടി പറഞ്ഞിട്ട് പോലീസുകാരോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. പോലീസ് തീരെ മോശക്കാരെന്നല്ല പറയുന്നത്, പക്ഷേ ഇക്കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ മോശക്കാർ തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.